ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ തന്നെ പല പല ഡിഫറെൻറ്റ് ഫ്ലേവറും ഡിഫറെൻറ്റ് ആംബിയൻസുമാണ് നമ്മളിപ്പോൾ 1-2 ദിവസമായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരുപാട് ടേസ്റ്റുള്ള ഐറ്റമാണ്. ചിക്കൻ ഫ്രൈയുടെ തന്നെ വേറൊരു ഇതിലായിട്ട് ടൊമാറ്റോ സോസും കുറച്ച് മസാലകളും ചേർത്ത് വേറൊരു മല്ലിയിലൊക്കെ ഇട്ട് വേറൊരു ഫിനിഷിങ്ങോട് കൂടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. ക്രഞ്ചി ആയിട്ടുള്ളതും അല്പം സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചിക്കൻ ആദ്യം തന്നെ നമ്മൾ മസാല ഇട്ട് മാറ്റി വയ്ക്കാണ്. അതിനായിട്ട് നമ്മൾ 250 ഗ്രാം ചിക്കൻ എടുത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതിലൊട്ടും വെള്ളമില്ലാതെ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചു. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു, ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ. വളരെ ലൈറ്റ് മസാല മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ഇതിലും ലൈറ്റായിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം, കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റ് മസാല, കാരണം ഇതിൽ എക്സ്ട്രാ കോട്ടിങ് മസാല വരുന്നതുകൊണ്ട് ലൈറ്റായിട്ടുള്ള മസാല, ബേസിക് മസാല മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തുള്ളൂ. ഇതിൽ കുരുമുളക് പൊടിയോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നാരങ്ങ ഒന്നും പിഴിഞ്ഞു വെച്ചിട്ടില്ല. ഇതൊരു അരമണിക്കൂറോളം നമ്മൾ ചിക്കൻ മസാല ഇട്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വയ്ക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റാണ്. ഇനി നമ്മുടെ പാനിലേക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോരോ പീസുകളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ സോഫ്റ്റായിട്ട് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇതൊരു 7 മിനിറ്റിൽ 8 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നല്ല രീതിയിൽ ചൂടായിട്ട് വന്ന ഓയിലിലേക്കാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. ചൂട് കുറവുള്ള ഓയിലാണെങ്കിൽ അതിലേക്ക് ഓയിൽ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല അത്യാവശ്യം ഫയറിൽ ഒരുപാട് ചൂടാകാൻ പാടില്ല, ചിക്കൻ്റെ അകം വേവില്ല. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്ത് അതിന് പതുക്കെ ഇളക്കി കൊടുത്ത് ഒരു 10 മിനിറ്റ് 8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ കോരി മാറ്റി വയ്ക്കുകയാണ്. ഒട്ടും ഓയിലില്ലാതെ കോരി മാറ്റി വെച്ചു. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂണോളം ഓയിൽ എടുത്തു. ഇനി അതിലേക്ക് പെരിഞ്ചീരകം നമ്മൾ ആദ്യം പൊട്ടിക്കുകയാണ്. ഒരു പിഞ്ച് പെരിഞ്ചീരകം, അതിലേക്ക് ഒരു വെളുത്തുള്ളി, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാള വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും, 2 ഉണക്കമുളകും അല്പം കറിവേപ്പില ഇട്ട് കൊടുത്തു. അത് നമ്മൾ വളരെ സ്ലോ ഫയറിൽ ജസ്റ്റ് ഒന്നതിനെ സോട്ട് ചെയ്തെടുക്കുകയാണ്. അതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്ത് പെട്ടെന്ന് സോട്ടാവാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. ഒരുപാട് നമ്മൾ ബ്രൗൺ ആക്കി എടുക്കുന്നില്ല, ലൈറ്റായിട്ട് മാത്രമേ ഇതിനെ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അല്പം ചിക്കൻ്റെ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ആഡ് ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ചിക്കൻ്റെ മസാല അല്പം ഇട്ട് കൊടുത്താൽ ഒരു എക്സ്ട്രാ ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതിലേക്ക് അല്പം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക്. അപ്പോൾ അത് നല്ല ഇതായിട്ട് നമുക്ക് ഈ ഗ്രേവി ഈ ചിക്കനിൽ ശരിക്കും ഇതായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അല്പം ഫയർ കൂട്ടി ചിക്കൻ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തിട്ട് 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, അല്പം മല്ലിയില. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇനി ഇതുകൂടി എക്സ്ട്രാ ഒരു ടേസ്റ്റ് ആക്കി എടുക്കുന്ന രീതിയിൽ ജീരകത്തിൻ്റെ പൊടിയോ ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തന്നെ ഇതിന് നല്ല ടേസ്റ്റും നല്ലൊരു ഫിനിഷിങ്ങും ആയിട്ടുള്ള സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിൽ നല്ല ഭംഗിയിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത് മല്ലിയിലേക്ക് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയ ഒരു ഐറ്റമാണ് ഇതിൽ വേണമെങ്കിൽ ഈ ഉണക്കമുളക് ക്രഷ് ചെയ്ത് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള അഡീഷണൽ ഫ്ലേവർ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ചിക്കൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ ഗ്രേവിയിൽ ജസ്റ്റ് അതിനൊന്ന് വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ ആ മസാലകളെല്ലാം ചിക്കനിലേക്ക് അഡീഷണൽ ആയിട്ട് പിടിക്കുന്ന രീതിയിൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആ ഒരു പാറ്റേൺ തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടേസ്റ്റുകൾ പല രീതിയിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നാരങ്ങ നീരൊഴിച്ചിട്ട് അല്ലെങ്കിൽ മുളക് ക്രഷ് ചെയ്തിട്ടിട്ട് അങ്ങനെ പല ടേസ്റ്റായിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെത്തേഡാണെന്ന് വിചാരിക്കണം.